ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനത് വീണ്ടും ഒരു പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് നന്നായി തിളച്ച് കുറുകി വരണം. നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായി തിളച്ചിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ. നമുക്കത് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഇളനീര് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് 3 ഇളനീരാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്. അതിൻ്റെ പൾപ്പ് വേറെ ആയിട്ടും വെള്ളം വേറെ ആയിട്ടും നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 3 ഇളനീരിൻ്റെ വെള്ളമാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക കേട്ടോ. 2 സ്പൂണ് പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് തിളപ്പിച്ചതാക്കിയത് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് വെച്ച് വയ്ക്കാം കേട്ടോ. സെറ്റാകാൻ വേണ്ടി വെക്കാം ഫ്രിഡ്ജിൽ. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം കേട്ടോ. നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കാം. നമ്മളിത് വെച്ചിട്ട് ഏകദേശം 5-6 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് ഈവനിങ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മളിത് പുറത്തെടുത്തു. നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് മാറ്റാം. പുഡിങ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ എല്ലാവർക്കും അവരുടേതായ ഫേവറേറ്റ് പുഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പുഡിങ്ങാണ് ടെൻഡർ കോക്കനറ്റ് പുഡിങ്ങാണ് എൻ്റെ ഫേവറേറ്റ് പുഡിങ്. ഓരോരുത്തർക്കും അവരുടേതായ ഫേവറേറ്റ് പുഡിങ് ഉണ്ടായിരിക്കും. ഞാൻ കൂടുതലായിട്ട് ട്രൈ ഉണ്ടാക്കുന്നതൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആവുന്ന ടൈമിൽ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അത് ഇഷ്ടമായിരിക്കും. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇതൊന്നും ആയിക്കിട്ടുള്ള ടൈം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ആവശ്യമായ പൾപ്പ് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ പൾപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മേഡ് ഒഴിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒരു റെസിപ്പി വീഡിയോ വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുന്നു. ഇനി നമുക്കിതിലേക്കത് ഒഴിച്ച് ഗാർണിഷ് ചെയ്യാം കേട്ടോ. വളരെ എളുപ്പമാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഭയങ്കര ടേസ്റ്റിയാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം, ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.